we have a new toy in our hand today. Why the फिर आएगा? So first of all, before we start the video, a 2-minute silence to Japan and Germany. പാവങ്ങൾ. They had a great run. Let's talk about Japan first. ഇന്നലത്തെ എന്തിന്റെ ജേഴ്സിയാ? അല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്ന ഇപ്പൊ? എങ്ങോട്ടേക്കാ? സ്റ്റാർ സ്പോർട്സാ ആണോ? അപ്പൊ നിങ്ങൾ വന്നില്ല ഓഫീസിലേക്ക് ഇന്ന്? ആണോ? ഓക്കെ ഓക്കെ. ആ പോയിട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്. ആ ഓക്കെ സെറ്റ്. ഇന്നലത്തെ കളി ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഐ വാസ് സോ സ്കെയർഡ് ഓഫ് ജപ്പാൻ. ദേ ഡിഫെൻഡഡ് സോ ഗുഡ്. അവരുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്യുന്ന മിഡ്ഫീൽഡേഴ്സ് ആയാലും എൻ്റെ മോനെ സീൻ കളി, നല്ല കളിയായിരുന്നു. ആ ഗോൾ that goal from Japan was also crazy. The 5-time champions Kaishu Sano with his it was a nice one. Like അവർ കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇത്, ലൈക്ക് ദേ ആർ ഫേസിങ് ജയന്റ്. ആ ഒരു നമുക്ക് ഇതുണ്ടാവൂലേ, ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ലേ, ലൈക്ക് ഷുഡ് ഐ ഗോ ഫോർ ഇറ്റ് ഓർ ഷുഡ് ഐ പാസ്? ആ ഒരു സാധനം ഓവർകം ചെയ്തിട്ട് ഒറ്റയ്ക്ക് കമ്മിറ്റ് ചെയ്ത ആ ഒരു ഷോട്ട്, ദാറ്റ് വാസ് നൈസ്, ദാറ്റ് വാസ് ക്രേസി. ഇഫ് എനി വൺ ഓഫ് യു ഹാവ് സീൻ ബ്ലൂ ലോക്ക് anime, in that you can see the manager of that team, football team, in the blue lock football team, and a manager talks about having an ego, so you don't have to depend upon the other one to score a goal or to commit or to defend. അങ്ങ് ആ കാര്യങ്ങളിൽ വേറെ ടീംമേറ്റ്സിനെ വെറുതെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് യു ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ ഈഗോ. യു ഹാവ് ടു ആ ഒരു സാധനം ഇന്നലെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കണ്ട്. ഐ വാസ് ലൈക്ക് ഫക്ക്, ഇവർ ആനിമയിൽ കാണിക്കുന്ന സാധനം റിയൽ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു പോയി, എനിക്ക് തോന്നിപ്പോയി. ഇന്നത്തെ സീൻ കളി, കാർലോ ആൻചലോട്ടി, എൻ്റെ പൊന്നേ, ആ മനുഷ്യൻ, ആ തങ്കപ്പെട്ട മനുഷ്യൻ, അയാൾ ഇപ്പം സത്യം പറയാലോ, ഞാനായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൻ്റെ കളി കണ്ടിട്ട് കാസമീരോനെ സെക്കൻഡ് ഹാഫ് ഇറക്കൂലായിരുന്നു ഞാനായിരുന്നെങ്കിൽ പേഴ്സണലി. ബട്ട് ബ്രോ, the way Carlo trusts his own teammates and stuff, like his own team, is crazy. He was like, kuഴപ്പമില്ല, it's just one fault, we can get over it, he can do better. One day before, I was talking to my colleagues in office, I was like, fuck, എൻട്രിക്കിനെ ഇറക്കും, സീനായിരിക്കും, നൈസായിരിക്കും എന്നൊക്കെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ സെക്കൻഡ് ഹാഫിൽ എൻട്രിക്കിനെ ഇറക്കിയതും the whole mindset of the team changed, it shifted. I could feel it in the game. People were more serious, people were more active. I could feel like, I don't know man, ചിലപ്പോൾ ഞാൻ അത്ര ഇത് കൊടുക്കുന്ന കാരണം, ഞാൻ ഭയങ്കരമായിട്ട് ഇത് എംഫസൈസ് ചെയ്യുന്ന കാരണമായിരിക്കും, എൻട്രിക്കിനെ എംഫസൈസ് ചെയ്യുന്ന കാരണമായിരിക്കും തോന്നുന്നത്. ബട്ട് ever since Endrick stepped onto the football court, it changed. The whole energy changed. Brazil. It was nice. It was nice. And that too in the 96th minute. Fuck. It was a crazy match. Now, well. We'll talk more about football. But guess what? We have a new toy in our hand today. Now, this is one of my relatives' vehicle. വീട്ടിൽ കിടപ്പുണ്ട്. So you might see me driving this. വേറെ കുറച്ച് വീഡിയോസിൽ ചിലപ്പോൾ കാണാൻ പറ്റും. There are a few things that, by the way, this is Toyota Urban Hyryder, and 2-3 കാര്യങ്ങളുണ്ട് ഇതിൻ്റെ which I like, which I don't like. പുള്ളി കൂനിയനെ പുറത്തേക്ക് ഇറക്കി മാർട്ടിനെല്ലിനെ അകത്തേക്ക് ഇട്ട്. I was fucking scared. I was like, what the fuck, bro? Cunha has been performing well. In the last 2 games. Why the
ടുഡേ ഈസ് എ ഫ്രൈഡേ, സോ പണിയെടുക്കാനുള്ള ഒരു മൂഡും ഇല്ല. എന്നിട്ടാണ് ഞാൻ ഓഫീസിൽ പോണത്. ഇപ്പോൾ എടാ ഒരു ഗ്യാപ്പ് അവിടെ രണ്ടുപേരും ഇങ്ങനെ മത്സരിച്ച് ഓടിച്ചാൽ പിന്നെ ഗുഡ്. ഉള്ള ഇതായിരുന്നു പ്രശ്നം. സോറി, ഞാൻ കുറച്ച് വേഗം ജഡ്ജ് ചെയ്തു. I was thinking വണ്ടി ഒന്ന് പയ്യെ അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങിയാലോ എന്നിങ്ങനെ എൻ്റെ മൈൻഡിൽ വന്നായിരുന്നു. നത്തിങ് സീരിയസ്, ജസ്റ്റ് എ സ്റ്റേജ് 1 എക്സോസ്റ്റ്, എയർ ഫിൽട്ടർ, ECU. സോ ഐ നീഡഡ് എ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം സമ്മൺ. എൻ്റെ ഓഫീസിൽ എൻ്റെ ടീമിന് മാനേജറുണ്ട്. പുള്ളിക്ക് ഒരു Type 2 സെറ്റ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് മോഡഡ് ടു ദ ബ്രിം. എനിക്ക് പുള്ളിയുടെ ഒപ്പീനിയൻ വേണമായിരുന്നു. ചെയ്യണതിന് കുഴപ്പമില്ല, ബട്ട് ഈസ് ഇറ്റ് വർത്ത് ഡൂയിങ് ഇറ്റ് ഇൻ എ കിയ? ആൻഡ് ആസ് മച്ച് ആസ് ഐ നോ, പുള്ളിയോട് ചോദിക്കുന്ന മുന്നേ ഞാൻ അത്യാവശ്യം നല്ല ഇത് ചെയ്തായിരുന്നു. കുറച്ചൊക്കെ വീഡിയോസൊക്കെ നോക്കി, റീലൊക്കെ നോക്കി, യൂട്യൂബ് വീഡിയോസിൽ തപ്പി കിയ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. ദ ഓൺലി മോഡഡ് സ്റ്റേജ് 2 ഓർ സ്റ്റേജ് 3 എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്റ്റേജ് 1 ആയാലും only thing that I was able to find was one Seltos. അതാരാ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, ബട്ട് സെൽട്ടോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെയർ ഇസ് സോണറ്റ് വിച്ച് ഇസ് മോഡഡ് ബൈ ദി ഷോറൂം ഇറ്റ് സെൽഫ്. അവർ ഇത് നമ്മുടെ എന്താ പറയുന്നത്, എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്, AC അപ്ഗ്രേഡഡ് ഉണ്ട്, എയർ ഫിൽട്ടർ അപ്ഗ്രേഡഡാണ്, ഇൻറ്റീരിയർ ആംബിയൻറ്റ് ലൈറ്റിംഗ് കുറച്ച് വ്യത്യാസമുണ്ട്, യു ഹാവ് റൂഫ് റാക്സ്, യു ഹാവ് ഐ തിങ്ക് ഫ്രണ്ട് സ്പ്ലിറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നാണ് തോന്നുന്നു എനിക്ക്. ഐ ഡോണ്ട് ആക്ച്വലി റിമെമ്പർ. സോ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, മാർക്കറ്റിലുണ്ട് ചെയ്തേക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നോട്ട് എസ് കോമൺ, ഓർ ഇറ്റ് ഇസ് നോട്ട് ദ ലൈക്ക് കിയ ഡസൻ പ്രൊവൈഡ് ലൈക്ക് എ ഗുഡ് പ്ലാറ്റ്ഫോം ടു മോഡ് ദെയർ വെഹിക്കിൾസ്. മോഡിഫിക്കേഷൻ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം അല്ല. ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, let's do one thing. The performance that I'm getting in this is decent, the fuel efficiency is decent, and maybe I can use this one as my daily, and if I start working on it, I'm pretty sure I'll go all out, which I don't think എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ബിക്കോസ് ഇത് ഒരു രീതി നോക്കിയാൽ വീട്ടുകാരുടെ വണ്ടിയാണ്. I cannot go all out in this one. This is like a family car. ദിസ് ഇസ് ലൈക്ക് ദി ഡെയിലി. സോ അതിനോട് ഭേദം ഞാൻ എൻ്റെ തന്നെ ഇതിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം മേടിച്ച് അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇറക്കാം. സ്റ്റേജ് 1 ആയാലും ചിലവെടുത്ത സ്റ്റേജ് 2 ആയാലും എങ്ങനെ ആയാലും. ദിസ് ഇസ് ലൈക്ക് എ ഫാമിലി കാർ. ഐ വിൽ കീപ് ഇറ്റ് ആസ് എ ഫാമിലി കാർ. ഐ വിൽ കീപ് ഇറ്റ് ആസ് എ ഡെയിലി. എടാ കൊച്ചിറക്കടാ, ഹെൽമെറ്റ് ഇട്ടുണ്ടോ? എടാ ഓട്ടോക്കാരെ, എടാ ഇറ്റ് ഈസ് 2026 കഴിഞ്ഞ്. ഇറ്റ് ഈസ് ടൈം ഫോർ യു ഗൈസ് ടു കേറ്റി ഇല്ല ജോർജ്, നമുക്ക് അതിലൊരു പരിഹാരം കാണാം. ഇവന്റെ കാര്യത്തിൽ എന്തോ തീരുമാനമാക്കാനാ? What I was saying is, it is 2026. കുറേ ആക്സിഡൻസ് ആയിട്ടുണ്ട്. ആൾക്കാർ കൈ കാണിക്കുന്ന സ്ഥലത്തിൽ തന്നെ വണ്ടി നിർത്തണമെന്നില്ല. ഒരു പൊടിക്ക് ഫ്രണ്ടിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല. പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്. റോഡിൽ ട്രാഫിക് ഉണ്ട്, റോഡിൽ ആൾക്കാരുണ്ട്, ബാക്കിൽ വണ്ടികളുണ്ട്. അതൊക്കെ സാമാന്യ ബോധമുള്ളവർ മനസ്സിലാക്കിക്കോളും, കുഴപ്പമില്ല. ഞാൻ വലിയ കാര്യത്തിന് ഈ ഇടയ്ക്ക് XP95 ഒന്ന് അടിച്ചു നോക്കി, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടി. പൈസ പോയല്ലാണ്ട് വേറെ ഒരു മാറ്റമില്ല. പെട്രോൾ മൈലേജ് എന്തായാലും ഇല്ല. ഇറ്റ്സ് 9.5 റൈറ്റ് നൗ. ഓൺ ആൻ ആവറേജ് ഐ ബീൻ ഗെറ്റിംഗ് 9.6. ഐ ഡ്രൈവ് അറ്റ് ഫോർത്ത് ഗിയറിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മൈലേജ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. ഫോർത്ത് ഗിയർ സ്പീഡ് അറൗണ്ട് 70-75, കൂടിപ്പോയ 80. ആ ഒരു സ്പീഡ് റേഞ്ചിൽ ഐ ഗെറ്റ് ദി മാക്സിമം മൈലേജ്. ആ സെയിം സാധനം വെൻ യു കമ്പയർ ബോത്ത് ദ ഫ്യൂൾസ്, E20 ആൻഡ് XP95, എനിക്ക് കൂടുതൽ മൈലേജ് ഇട്ടേക്കുന്ന E20. ഐ ഡോണ്ട് നോ ഇഫ് കറൻ്റ്ലി ഇറ്റ് ഹാസ് എനി
effect on my fuel pump or fuel tank or any of that sort, but I don't see any side effects as of now. Maybe because this is E20 compatible. It is E20 compatible. അത് അറിയാം എനിക്ക്. എന്തായാലും മൈലേജ് കൂടുതൽ കിട്ടിയിരിക്കുന്ന E20 എനിക്ക് 14 പോയിൻറ്റ് സംതിങ് വരെ പോയിട്ടുണ്ട്. ഓ പറഞ്ഞ പോലെ ഇവിടെ നയര ഉണ്ടല്ലേ, നയരയിൽ കയറിയാലോ. Hey, that is a new RS5. Oh! ചേട്ടാ E20 ആണോ? E20 ആണോ? ആണോ? ഒരു 2500. 2500. 2500. കൊള്ളോ പോലീസ്. यार इनका पहली वटकुड़ी कार्ड E20 से कम नहीं है क्या? E20 से कम नहीं है. E10 है. E10 है, पहले E10 आता था, अभी नहीं है. अभी नहीं. ओके ओके. E20 से ज़्यादा आने वाला है क्या? जी E10 फिर आएगा. फिर आएगा. ओके. कॉपी नहीं थैंक यू. Well boys, you heard it from the man. E20 like E10, I think it will make a comeback. A comeback story that no one expected from after all this Nitin Gadkari shit. People are kind. There are good people in this world. It was close. ഉണ്ടാര് 2 സെക്കൻഡേക്കൊന്ന് ബാഗിലേക്ക് നോക്കിയതാ. ഞാൻ മറ്റേ പെട്രോൾ പമ്പിൽ പുള്ളിയോട് ചോദിച്ചത് E20 കൂടുതൽ എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് ചോദിക്കണമായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഐ മെന്റ് വെൻ ഐ സെഡ് E20 से ज़्यादा कुछ आ रहा है कि नहीं. പക്ഷേ പുള്ളിയുടെ ഉത്തരം വാസ് മോർ is not what I was expecting, but I'm happy with what he gave answer to. So I'm happy both the ways. E10 വരാൻ പോവുക. I think it will be priced a bit higher. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. But then I don't mind like paying a bit extra. I'm not sure. And even the petroleum minister പുള്ളി വന്നിട്ട് പറഞ്ഞ് ദാറ്റ് ഇത് 100 കണക്കിന് ഇത് ചെയ്തിട്ടാണ്, ടെസ്റ്റ് ചെയ്തിട്ടാണ്, ARAI അപ്രൂവ് ചെയ്ത ഓരോരോ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അപ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കിയ, അല്ലെങ്കിൽ വെറുതെ ഒന്നും ഇറക്കിയല്ല. ബട്ട് ദെൻ അങ്ങനെ ഉണ്ടെങ്കിൽ റിലീസ് ദ പേപ്പേഴ്സ് ദാറ്റ് ഇപ്പോൾ ഒരു സാധനം പബ്ലിക്കിനെ ഡയറക്റ്റായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ അതിൻ്റെ റീസർച്ച് പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് പബ്ലിക്കാക്ക്. അറ്റ്ലീസ്റ്റ് ആ ഒരു ട്രാൻസ്പെറൻസി വേണം. അവിടെ ട്രാൻസ്പെറൻസി ഇന്ത്യ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കാണിക്കില്ല. ആൻഡ് ഓൾസോ there was one more video where they were saying that we are experimenting with E20 and the results will only be available in next year. What the fuck, man? I mean, one person is saying that it is approved and stuff, that it is proper legit fuel that we're using. F1 cars ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Bro, I'm driving at an average speed. I'm driving at 80 കൂടിപ്പോയ ഹൈവേസിൽ, or maximum 100. And you're comparing my Kia Sonet to F1. What the fuck, man?
Yeah, like I said, one person is saying that it is being experimented. One person is saying that it is proper legit fuel. Bro, stick to one conclusion, and also provide evidence that okay, it is tested. Release the papers, make it public. Anyways, enough blabbering. എൻ്റെ ഇതിൻ്റെ ഇത് തീരാറേ ഉണ്ടാരും എൻ്റെ ക്യാമറേൻ്റെ ചാർജ് തീരാറേ. സോ I'll talk to you guys in the next video. I'm about to reach office. I have some work after that, and I'll see you guys in the next video maybe. Bye bye, sayonara, hasta la vista, see you in the next one.